വയഅമലു മാ യഅമലുർ റിജാലു ഫീ ബുയൂതിഹിം. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം വസ്ത്രങ്ങൾ തുന്നുകയും ചെരുപ്പ് നന്നാക്കുകയും വീടുകളിൽ പുരുഷന്മാര് ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാറുണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ മാതാവ് പൊന്നുമ്മച്ചി ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാ, കാന ബശറൻ മിനൽ ബശരി യുഫ്ലി തൗബഹു വയഹ്ലിബു ശാതഹു വയഖ്ദമു നഫ്സുഹു. അദ്ദേഹം ഏതൊരു മനുഷ്യനെ പോലെയും ആയിരുന്നു. അള്ളാന്റെ റസൂല് സ്വന്തം വസ്ത്രങ്ങൾ വൃത്തിയാക്കുമായിരുന്നു, കാലുകളെ കറക്കുമായിരുന്നു, അദ്ദേഹം സ്വയം ഭക്ഷണം വിളമ്പുമായിരുന്നു. നമ്മള് ചെന്നാണ് ഇരിക്കലാണ്. എന്തേടി ആയില്ലേ? അയ്യേ എന്തിനാ എന്നൊക്കെ പറ്റ പഠിച്ചോനെന്ന് ചോദിച്ചാൽ തുടങ്ങും. പിന്നെ ആര് ഈ ഇരിക്കണങ്ങളും ഞാനും നീ കോലത്തിരുന്നാവൂലെ പൊരീക്കണ ചെന്ന നമ്മളെ വിശ്വരൂപം ഇങ്ങനെ കണ്ടാ ഞെട്ടു ആൾക്കാർ അല്ലേ. എന്തൊരു മുത്തറിയാ പുറത്തിറങ്ങിയ നല്ല സ്നേഹ. സീഡി കൊടുക്കുന്നിടത്ത്, പോസ്റ്റർ ഒട്ടിക്കുന്നിടത്ത്, വയല് പറയുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, സംഘടിപ്പിക്കുന്നിടത്തൊക്കെ സജീവനാണ്. നാട്ടുകാർക്ക് വയല് പറഞ്ഞു കൊടുക്കാൻ വലിയ ഉഷാറാ. പെണ്ണുങ്ങളുടെ ചെന്ന് അന്വേഷിക്കുമ്പോഴോ മൈനസിന്റെ താഴെയുള്ളൂ മാർക്ക്. എന്താ ഒരു ക്വാളിറ്റി ഇയാൾക്കില്ല. ഇയാള് പുറത്തു പറയുന്ന തൗഹീദൊന്നും തന്നെ ജീവിതത്തിൽ പൊരയിലില്ല. നമ്മളൊക്കെ ചോദിച്ചിട്ടായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അവനാന്റെ പൊരയിൽ ചോദിച്ചിന്നമായി. അള്ളാന്റെ റസൂൽ എന്തൊക്കെ ചെയ്യുന്ന നിങ്ങള് സ്വന്തം ഭക്ഷണം വിളമ്പുക, തുന്ന. നമ്മൾ അവനാന്റെ ഡ്രസ്സൊന്നും തേക്ക് കൂടിയില്ല. എന്നിട്ടോ തേച്ചൊന്നും മാത്രല്ല, തേച്ചൊക്കുമ്പോ 2 വര. എന്താടി എനക്ക് 15 കൊല്ലേ തേക്കറിഞ്ഞു അങ്ങോട്ട് കേറ. പിന്നെ അവളെ നെഞ്ചത്തേക്ക് 15 കൊല്ലായിട്ട് ഓക്ക് അയണല്ലോ പരിപാടി. കേട്ടാ തോന്നാ ഇയാളെ വർത്താനം കേട്ടാ തോന്നുന്ന അതാണ്. ഇവക്ക് പരിപാടി തേപ്പ് കടയിലേറ്റ് ജോലി ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് 2 വര കണ്ടപ്പോ ഏതോ ചോദിച്ചു, എന്താണ് 2 പെണ്ണുങ്ങളുണ്ടോ? അല്ല പെണ്ണുങ്ങൾ 2 വര കഴിഞ്ഞില്ലേ? അപ്പൊ ഇതെന്താ അവനാണ് തെച്ചോണ്ട് ഒറ്റ വരക്കിട്ട് നേരല്ല. സ്വന്തം അടിവസ്ത്രം പോലും ഒന്നിങ്ങനെ വസ്ത്രം പോലും ഒന്നിങ്ങനെ തിരുമ്പാൻ മടിയുള്ള പുതിയാപ്പളാർ ഇസ്ലാമിസ്റ്റുകൾ എത്രയെന്നറിയോ ലോകത്ത്. ചില മൗലവിമാരും മൊയ്ലിയന്മാരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയാ. ആഴ്ചയിൽ ദിവസം പോരിച്ചൊല്ലു അവനെ വസ്ത്രം പോലും കഴുകാൻ അറിയാത്തവര് മുത്ത് റസൂലുള്ളാഹിയെക്കാളും വലിയ മൗലവി മുസ്ലിയാർ ആരാടോ ലോകത്ത്? തങ്ങളും സ്വന്തം വസ്ത്രം കഴുകി, വസ്ത്രം അലക്കി, ഭക്ഷണം വിളമ്പി, സ്വന്തം കഴിച്ച്, പാത്രം തെച്ചുറച്ച്, അങ്ങനെ ഒരു വല്ലാത്ത പ്രവാചകർ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ വേറെ ആരാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പോയിന്റ് എന്നറിയോ? കാന യകൂനു ഫീ മിൻഹതി അഹ്ലിഹി ഫഇദാ ഹളറത്തിസ് സ്വലാത്തു ഖറജ ഇലസ് സ്വലാ. അദ്ദേഹം കുടുംബത്തെ സേവിക്കുമായിരുന്നു. നമസ്കാരത്തിന് സമയമായാലോ പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. നമ്മളോ കുടുംബത്തെ സഹായിക്കൂല, നിസ്കാരത്തിന് നേരായിട്ട് പള്ളിയിട്ട് പോവില്ല. റസൂൽ നേരെ ഓപ്പോസിറ്റ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന വിഷയടക്കം ഓരോ കാര്യത്തിലും ഒരു സത്യവിശ്വാസിയുടെ ശ്രദ്ധ അതീവ ജാഗ്രതയാണ്. ഓരോ കാര്യങ്ങളും അയാൾ ശ്രദ്ധിച്ചു പോവുകയാ. ഒരു മിനിറ്റ് പോലും അയാൾക്ക് നഷ്ടപ്പെട്ടുകൂടാ. അത്രത്തോളം. ഞാൻ അത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയണമെങ്കിൽ കുടുംബത്തിന്റെ കാര്യം തന്നെ പറയാം. 4 ദിർഹമിനെ പറ്റി റസൂൽ പറയാം. അതൊന്നും അയാൾ പറഞ്ഞു എത്തൂല, അതുകൊണ്ടാണ് പറഞ്ഞു പോകും. 4 ദിർഹം. അത് 4 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞറിയോ? അതിൽ ഏറ്റവും നല്ല സദഖ അവരവന്റെ ഇണക്ക് വസ്ത്രം വാങ്ങിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചോണ്ടോലേ, വീട്ടിക്ക് വൈകുന്നേരത്തെ സാധനം പച്ചക്കറിയും അരിയും മണ്ണെണ്ണയും ഇതൊക്കെ വാങ്ങിച്ചോണ്ടോല്ലേ, അവിടെ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ പുണ്യനാ. ആ ചെയ്യുന്നതിനൊക്കെ പുണ്യണ്ടെന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഇപ്പൊ 20 കൊല്ലം കൊണ്ട് സ്വർഗ്ഗം കിട്ടണ്ടേ? ഇനി എന്റെ സഹോദരിമാരാലോചിക്കും, സ്വന്തം ഭർത്താവിന് എന്ത് ആവശ്യവും ചെയ്തു കൊടുക്കുന്ന പുണ്യാണെന്ന്. എല്ലാം ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോ പോലും പടച്ചോനെ നിന്റെ തൃപ്തിനാഥ, വസ്ത്രമലക്കുമ്പോ നിന്റെ തൃപ്തിനാഥ, ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോ നിന്റെ തൃപ്തിനാഥ, മക്കളെ ഊട്ടുന്നിടത്ത് നിന്റെ തൃപ്തിനാഥ, മക്കളെ വളർത്തുന്നിടത്ത് നിന്റെ തൃപ്തിനാഥ. ഓരോ മേഖലയിലും പടച്ചറപ്പിന്റെ തൃപ്തി ആഗ്രഹിച്ചോ ഒരു ശ്രദ്ധ, ഒരു ചെറിയ ശ്രദ്ധ, നിങ്ങൾ സ്വർഗത്തിന്റെ വാതായനങ്ങളിലൂടെ കടന്നു പോകാനാകും.
ഓരോ മേഖലയും സത്യവിശ്വാസി ശ്രദ്ധിച്ചാൽ കിട്ടും. പക്ഷെ പലരും ആലോചിക്കലില്ല. ചിലര് വിചാരിച്ചിരിക്കുന്ന നിസ്കാരം നോമ്പ് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ദീനായതുകൊണ്ട് പറയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ ആ വിഷയത്തില്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു പോവാ, പുണ്യം 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 പുണ്യം. ആ കൂട്ട് റസൂൽ പറഞ്ഞറിയോ, നിങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാര് തമ്മിലുള്ള സംയോഗം, സെക്സ് പോലും സ്വതക്കയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ആശ്ചര്യമായി. അവര് ചോദിച്ചു പോയി, റസൂലേ, ഞങ്ങളിൽ ഒരാൾ അയാളുടെ കാമവികാരം തീർക്കുന്നു എങ്കിൽ അയാൾക്ക് അതിൽ പുണ്യമുണ്ടോ? പുണ്യമുണ്ടെന്നാണോ അങ്ങൊന്ന് പറയുന്നത്? അള്ളാന്റെ റസൂല് ചോദിച്ചുപോയി, നിങ്ങളിൽ ഒരാൾ അതൊരു ഹറാമായ വിധത്തിൽ ചെലവഴിച്ചാൽ അയാൾ കുറ്റക്കാരനാകുമോ? കദാലിക, അപ്രകാരം അയാൾ അത് അനുവദനീയമായ മാർഗത്തിൽ ചെലവഴിച്ചാലോ അയാൾക്കത് പുണ്യവും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പോലും സ്വർഗം കിട്ടുന്ന കാര്യമാണെന്ന് ലോകത്ത് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാന് ചോദിക്കണോണ്ട് എന്റെ വിശ്വാസികളൊന്നും വിചാരിക്കരുത്. ഈ സെക്കൻഡ് വരെ ഞാനും നിങ്ങളും ഇണകളുമായി ബന്ധപ്പെട്ടത് സ്വർഗം കിട്ടണം എന്നുള്ള കാഴ്ചപ്പാടിലാണോ അതോ ഓന്റെ വികാരം അടങ്ങണം എന്നുള്ള കാഴ്ചപ്പാടിലാണോ? ആലോചിച്ചു, എന്താ പുണ്യത്തിന്റെ വിശാലത! ചെറിയ ചെറിയ ശ്രദ്ധകൾക്ക് പോലും പുണ്യം. അങ്ങനെ വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ചിലതും കൂടി പറയണല്ലോ, നമുക്ക് സമയം കുറവാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അന്ന് വൈകുന്നേരം വരെ ശൈത്താന്റെ ശല്യം ഉണ്ടാവില്ല. ആരാ പറഞ്ഞറിയോ? ശൈത്താൻ തന്നെ. ആരാ പഠിപ്പിച്ചെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കല്ലേ? നമ്മള് മറക്കലുണ്ടോ? ഇനി നിങ്ങൾ ആലോചിച്ചു, അവിടുന്ന് പുറത്തിറങ്ങി. ഞാനിപ്പോ ഈ നാട്ടിൽ വന്നിറങ്ങി. എന്റെ നാടല്ലേ, എന്റേതല്ലാത്തൊരു നാടാണ്. ആ നാട്ടിൽ വന്നിറങ്ങിയപ്പോ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചറിയോ? ഞാൻ ഇന്ന് 3 വട്ടം പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൂലി കളയാനല്ല, ഞാൻ ഈ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ചെന്നറിയോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ആ അള്ളാഹുവിന്റെ സൃഷ്ടിച്ച അവയുടെ കെടുതിയിൽ നിന്ന് പടച്ചോന്റെ കലിമാത്തുകളോട് അതുകൊണ്ട് ശരണം തേടുന്നു 3 തവണ. ഇത് പ്രാർത്ഥിച്ചാൽ അയാളെ ആ നാട്ടിൽ നിന്ന് ഒരു ഉപദ്രവവും ഏൽക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ഞാൻ ഇവിടെ എത്തി, ഇവിടെ ഇറങ്ങി. ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയപ്പോ ആദ്യ ഒരാളെ കണ്ടു, പുഞ്ചിരിച്ചു. പുണ്യകരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പുണ്യകരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ വീണ്ടും അയാളോട് എന്റെ കയ്യങ്ങ് കൊടുത്തുപോയി. പുണ്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും സലാം പറയണേ. അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്. സലാമിന്റെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പോക. അഫ്ശുസ്സലാം വഅത്ഇമുത്ത്വാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ, ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ രാത്രി ജനങ്ങളൊക്കെ ഉറക്കത്തിലാണ്ട് കഴിയുന്ന സമയം എണീറ്റ് നമസ്കരിക്കുകയും ചെയ്യണേ. എങ്കിൽ എന്താണ് മെച്ചമെന്നറിയുമോ? തദ്ഖുലുൽ ജന്നത ബിസ്സലാം. നിങ്ങൾക്ക് സുരക്ഷിതരായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനാകുമെന്ന് അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുഞ്ചിരിയോടെ സലാം പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്ത് കടന്നു പോകുന്ന ഒരു വിശ്വാസിയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാൻ ഫയതസ്വാഫഹാൻ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിഖാ. 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടി, എന്നിട്ട് സലാം പറഞ്ഞു. അവർ രണ്ടുപേരും മുസാഫഹത്ത് ചെയ്തു. എന്നിട്ട് അവർ കൈ എങ്ങനെ പിടിക്കുകയാ? ആ മുസാഫഹത്ത് ചെയ്തിട്ട് ഷെയ്ഖൻഡ് ചെയ്തിട്ട് കൈയൊന്നിങ്ങനെ പിടിച്ചിട്ട് അത് പിടിച്ചു നിൽക്കുന്ന നിമിഷം അത്രയും
അവർ രണ്ടുപേരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുനൻ അബൂ ദാവൂദിൽ വന്ന 5212 നമ്പർ ഹദീസാണ്. എന്താ മുസാഫത്ത് എന്ന് പറഞ്ഞറിയോ? ഷെയ്ഖാന്റെ നല്ല മുസാഫത്ത് പറഞ്ഞ ഷെയ്ഖാന്റെ പറയാ മുസാഫത്ത് പറയാ. ഷെയ്ഖാന്റെ പറഞ്ഞ ഇങ്ങനെ കുലുക്കിയിട്ട് കൈ ഓടിക്കണ പരിപാടിയാണ്. അതല്ല മുസാഫത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കണ്ടങ്ങനെ ഉള്ളം കൈ ഒട്ടി ഇങ്ങനെ പിടിച്ചിരിക്കണ പരിപാടിക്കാ മുസാഫത്ത് പറയാ. നിങ്ങൾ ആലോചിച്ചു, ഞങ്ങളിൽ ഒരാളെ കണ്ടുമുട്ടി, നിങ്ങളെ കണ്ടപ്പോ തന്നെ എന്റെ മുഖത്ത് പുഞ്ചിരിയുള്ള എന്തൊരു ഹൃദയ മുഖപ്രസന്നതയോടെ കണ്ടുമുട്ടാന്ന് പോലും പുണ്യാണ്. പുഞ്ചിരിക്കാൻ ആർക്കും താല്പര്യമില്ല. സലാം പറയാൻ താല്പര്യമില്ല. ഇനി പറഞ്ഞാൽ തന്നെ വാലൈക്കും ഇങ്ങനെ നോക്കും താഴത്തുനിന്ന് മേലക്ക് ഏതാ ഗ്രൂപ്പ് എന്നിട്ടാ മടക്കുള്ളൂ. സലാം പറഞ്ഞാൽ മടക്കണമെങ്കിൽ പോലും ഗ്രൂപ്പ് നോക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ വിശദീകരിച്ചപ്പോ മുത്തു റസൂൽ പറഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോ സലാം പറയൽ പരിചിതരിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു നാളുണ്ടാകും. എനിക്ക് പരിചയമുള്ളവരോട് മാത്രം ഞാൻ സലാം പറയാ, എന്റെ ഗ്രൂപ്പുകാരോട് മാത്രം, എന്റെ സംഘടനയോട് മാത്രം, എന്റെ ആളുകളോട് മാത്രം സലാം പറയാ. അത് ഖിയാമത്തിന്റെ അശ്റാത്തു സായിൽപ്പെട്ട ഒരടയാളം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഖിയാമത്തിന്റെ അടയാളം വന്നിട്ടുണ്ട്. പലരും സലാം പറയാറില്ല, പറഞ്ഞാൽ പോലും അത് മടക്കാറില്ല. ഖിയാമത്തിന്റെ അടയാളങ്ങൾ പെട്ടൊന്നാണ്. നിങ്ങൾ ആലോചിക്കും, സലാം പറഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയെ പറ്റി പുണ്യാണെന്നാണ് ഒന്ന് ശ്രദ്ധിച്ചാ പുണ്യെന്നാ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതി എന്താ? നിങ്ങള് അവനാന്റെ അമ്മച്ചിനോടും ബാപ്പച്ചിനോടും ഇപ്പോഴും ആൾക്കാർ സലാം പറയില്ല, ഭാര്യനോട് സലാം പറയില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാധനം വാങ്ങിയെന്നോന്ന് ചോദിച്ചു. പിന്നെ എടി അസ്സലാമു അലൈക്കും നിങ്ങളാ പറഞ്ഞ ലിസ്റ്റ് വായിച്ചോണ്ട് പറയാം സലാം. ചിലരങ്ങനെ നിസ്കരിക്കും, നോമ്പ് വെക്കും, സക്കാത്തും കൊടുക്കും, നല്ല സ്വതക്ക ചെയ്യും. സലാം പറഞ്ഞാൽ മടക്കൂല, സലാത്ത് പറയൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മുഴുവനും പറഞ്ഞ എത്ര പ്രതിഫലം എന്നറിയങ്ങള്? ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, 30 പ്രതിഫലമാണ്. അലിഫ് ലാം മീം 3 അക്ഷരമാണ്. 3 അക്ഷരത്തിനും 30 പ്രതിഫലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലോ 10 പ്രതിഫലമാണ്. ആ കൂട്ടത്തിലാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30 കൂലി വെറുതെ കിട്ടിയ ദിവസം. ആരെ കണ്ടാലും പറഞ്ഞു അസ്സലാമു അലൈക്കും. നമ്മളങ്ങനെ നോക്കിയിട്ട് മടക്കില്ലേ? മടക്കണ്ടോ? ഇജ്ജ് പരലോകത്ത് തെരഞ്ഞെടുക്കും മടക്കാൻ. അതുകൊണ്ട് മടക്കാത്തോണ്ട് വീണ്ടും പറഞ്ഞാലേ അസ്സലാമു അലൈക്കും ഉസ്താദേ. ഉസ്താദ് മടക്കും. മുമ്പൊരാൾ ചോദിച്ചു, നിങ്ങളൊരു മുസ്ലിമാന്ന് എഴുതിയിട്ടാണ് പറഞ്ഞത്, മുസ്ലിമാണെന്ന് അല്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങോട്ട് ചൂടായില്ലേ ഇയാള്? അപ്പൊ എന്താ മാനമര്യാദക്ക് സലാം പറഞ്ഞ മടക്കിയാ പോരെ? പറഞ്ഞാ സലാം മടക്കൂല. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് നല്ലത്. തഴവോലി പണ്ടറിഞ്ഞിങ്ങനെ കണ്ടാൽ സലാം പറഞ്ഞിട്ടാണ് പിന്നെ മിണ്ടല് നല്ലത്. അതുകൊണ്ട് സലാം പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലായിടത്തും സലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തി. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് പുരയ്ക്ക് തിരിച്ചു. ബിസ്മില്ലാ. വീട്ടിലാരുള്ളത്? ഉമ്മരത്തന്നെ അമ്മച്ചിരിക്കുന്നുണ്ട്, ഉമ്മരത്തുമ്മരക്കുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പം വഅലൈക്കും അസ്സലാം. നമുക്ക് കയ്യൊക്കെ ഒന്ന് പിടിച്ച് പറ്റുമെങ്കിൽ കവളിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് എന്താണോ ഉമ്മച്ചിനെ നമ്മ കൊടുത്താൽ പുണ്യം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഉമ്മാന്റെ മുഖത്തും മുക്കലുണ്ടോ? കുട്ടിക്കാലത്ത് എപ്പോഴോ ചിലപ്പോ നമ്മളിത് സ്ഥിരാക്കിയ മാറി വല്ല കുട്ടികളെ മാറി പൊങ്ങാച്ചാലും ഒന്ന് പോയി കടന്നു. എന്നാലും വിടണ്ട, ഉമ്മച്ചോളി. പെണ്ണുങ്ങളെ മൊത്തം ഉമ്മച്ചാൽ കൂലിട്ടും അതേപോലെ തന്നെ ഉമ്മാന്റെ മൊത്തം കൂലിട്ടുന്ന കാര്യമാണ്. മൊത്തം നോക്കിയിരിക്കണം. സ്വന്തം വെച്ചിനൊന്ന് കെട്ടിപ്പിടിച്ചും മക്കളാലിച്ചൊക്കെ വാപ്പച്ചിനെ കൈയൊക്കെ ഒന്ന് പിടിച്ച് ആ വിരലൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത്, നഖമൊക്കെ ഒന്ന് മുറിച്ചെടുത്ത്, കാലിന്റെ ഇതൊക്കെ ഒന്ന് പിടിച്ച് പൊട്ടിച്ചെടുത്ത്, കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞെടുത്ത്. എന്ത് രസമായിരിക്കുന്ന കാര്യങ്ങള്. വാപ്പാരുണ്ടായാലും മെച്ചെന്താ?
അള്ളാന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാപ്പി ഇമ്മി എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ മധ്യ കവാട, വേണമെങ്കിൽ സ്വീകരിച്ചോന്നാ. ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാണ്ട്. ബാപ്പച്ചിനും ഇമ്മച്ചിനും ഒരു നലിമലില്ലാത്ത കാലം. പൊരയിലെ സ്വർഗം കിട്ടുന്ന കാര്യം വിശ്വാസികളെ ശ്രദ്ധിച്ചോളി. അവനവന്റെ പൊരയില് മാതാവുണ്ട്, പിതാവുണ്ട്, രണ്ടിലൊരാളുണ്ട്, വയസ്സായവരാ. ഈ രണ്ടാളെ കഴിച്ചിട്ടും ഈ രണ്ടാളെ കിട്ടിയിട്ടും സ്വർഗം കിട്ടാത്തവൻ അയാള് മൂക്ക് കുത്തിപ്പോകട്ടെ, നിന്ദിരാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്സായ ഒരു വാപ്പച്ചിനെ കിട്ടിയിട്ടേ ഒരു ഉമ്മച്ചിനെ കിട്ടിയിട്ട് സ്വർഗം കിട്ടില്ല. ഇനി ആർക്ക് കൊടുത്താലോ സ്വർഗം കിട്ടുക? അതുകൊണ്ട് വാപ്പയും ഉമ്മയും പൊരയിലുണ്ടാകാൻ പ്രാർത്ഥിച്ചോളി. ഏത് വരെ നിങ്ങള് വാപ്പാക്കുള്ള ഹിദ്മ എന്ന് പറഞ്ഞാല്, ഒരു സ്വഹാബിയായ ഒരാള് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹിജറ ചെയ്യാനും ജിഹാദ് ചെയ്യാനുമായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. അള്ളാന്റെ റസൂല് തിരിച്ചു വെച്ചു, എന്നാ പോരെ, കാക്കാന്റെ കുട്ടീന് പോന്നലാന്നല്ല പറഞ്ഞേ. എന്റെ വീട്ടില് മാതാപിതാക്കള് രണ്ടാളോ അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടോന്ന് വെച്ചു. രണ്ടാളുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞതറിയോ? തിരിച്ചു പോകാൻ. ഫഫീഹിമാ ഫജാഹിദ്. നിന്റെ ജിഹാദ് അവരുടെ കാര്യത്തിലായിരിക്കട്ടെ, അപ്പയും ഉമ്മയും സേവിക്കുന്ന വിഷയത്തിലാകട്ടെ, അവർക്ക് ഹിദ്മത്ത് നടത്തുന്ന വിഷയത്തിലാകട്ടെ, അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന വിഷയത്തിലാകട്ടെ, നെഞ്ച് പടച്ചിട്ട് കണ്ണ് നനഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ ഖജനാവ് മുട്ടുമാറ് മാതാവിന്റെ പ്രാർത്ഥന, എന്റെ റബ്ബേ എന്റെ കുഞ്ഞിന് പുറത്തു കൊടുക്കണേ, എന്റെ കുഞ്ഞിന് ബർക്കത്ത് ചൊരിയണേ, എന്റെ കുഞ്ഞിന് സ്വർഗരാജ്യം നൽകണേ, ഉപ്പച്ചിയുടെ പൊരുത്തം നേടിയവൻ എന്റെ കുഞ്ഞിനെ നീ മരിപ്പിക്കണേ. എന്തൊരു അനുഗ്രഹമാണത്. നമുക്ക് എത്ര ആൾക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും? സങ്കടപ്പെടേണ്ടി വരും, കരയേണ്ടി വരും. ഇമ്മിയും ബാപ്പയും ഇല്ലാത്തവരൊക്കെ ആലോചിക്കുമ്പോ കരച്ചിലൊരു പഠിച്ചോനെ ഇമ്മച്ചിനും ബാപ്പച്ചിനും കിട്ടിയില്ലല്ലോ. കിട്ടണ കാലത്തെ ചെറിയ നോക്കട്ടെ, വലിയ നോക്കട്ടെ, മൂത്തോ നോക്കട്ടെ, പെങ്ങളോടെ നോക്കട്ടെ, നാട്ടി വിട്ടില്ലേ. അപ്പൊ ഒന്നും ആലോചിച്ചില്ല. ഞാൻ അല്ലാഹ് നിങ്ങളോട് പറയട്ടെ, എന്റെ ഉമ്മ താമസിക്കുന്നത് എന്റെ വീട്ടിലാ, ജ്യേഷ്ഠന്റെ വീട് തൊട്ടത് എങ്ങനെയാണ് വീട്. ഇപ്പൊ വീട് പണി നടക്കണം. സത്യം പറഞ്ഞാല് ഇക്കാക്ക വീടുണ്ടാക്കുമ്പോ ഇതൊന്നും സീഡിയിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കണം. സ്വകാര്യമല്ല. ഉമ്മ പറയുന്നത് എന്റെ കാര്യമൊക്കെ പറയാൻ പോയെന്ന് പറയും. എന്റെ അമ്മച്ചിക്ക് പരണ്ടാക്കുമ്പോ തന്നെ ഇക്കാക്ക പറഞ്ഞറിയോ, ഈ റൂം എന്റെ അമ്മച്ചിക്കുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു റൂം ഉമ്മാക്ക് വേണ്ടി മാറ്റിവെക്കും. ഞാനൊരു വലിയ സേവനമായിട്ടത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനും ചെറിയൊരു വീട് പണിയില്ല. ഇൻഷാ അല്ലാഹു തൗഫീഖ് വിജയിക്കും. അവിടെ ഞാനൊരു റൂം വെച്ചു. ഈ റൂമും ബാത്റൂം എന്റെ അമ്മച്ചിക്കുള്ളതാണ്. ഞാൻ എന്തിനാ പറയണത്? എന്റെ അമ്മച്ചിനെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. കാരണം എന്താ അറിയോ? എന്റെ ഉമ്മ എന്റെ സ്വർഗമാണ്, പരിഗണിച്ചില്ലെങ്കിൽ എന്റെ നരകവുമാണ്. ശക്തമായ ബോധം. അതുകൊണ്ട് ഏത് നിമിഷവും പ്രാർത്ഥനയാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ പടച്ചവനെ അവരോട് നീ കരുണ ചൊരിയണേ നാഥാ. എന്റെ ഉമ്മച്ചക്ക് പൊറുക്കണേ നാഥാ. ആയുസ് നൽകണേ നാഥാ. ആഫിയത്ത് നൽകണേ നാഥാ. അവർക്ക് നല്ലൊരു മകനായി, കൺകുളിർമയുള്ള മകനായി അവരോടൊത്ത് സ്വർഗത്തിൽ വസിക്കാൻ തുണയേകണേ നാഥാ. പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് വിശ്വാസികളെ. ഞാനിതിവിടെ പറഞ്ഞെന്താ വെച്ചാൽ അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഓരോ സെക്കൻഡും വിശ്വാസി ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വൈകുന്നേരം കിടന്നുറങ്ങാൻ നേരം. ആ കിടന്നുറങ്ങാൻ നേരത്ത് എന്ത് ചെയ്യുന്നറിയോ? ഒരു സത്യവിശ്വാസി പല്ല് തേക്കുന്ന മാത്രമല്ല, സത്യവിശ്വാസി ഒളു എടുക്കും. അങ്ങനെ പല്ല് തേച്ചിട്ട് ഒളു എടുത്തിട്ട് തന്റെ റൂമിലേക്ക് വരും. അതിനിടയിൽ അവരുമായി ബന്ധപ്പെട്ട ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, എങ്ങനെയായാലും കുഴപ്പമില്ല. അവസാനം അങ്ങനെയാണ് വീട്ടിലത്തെ ഒരു മനുഷ്യന്റെ അവസാനം. വീട്ടിൽ അന്നത്തെ അവസാനം അങ്ങനെയാണ്. പല്ലൊക്കെ തേച്ച് ഒളുക്കെ എടുത്ത് വന്ന് രണ്ട് കൈയും പിടിച്ച് ഊതി അതില് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി മന്ത്രിക്കാണ്. തടവാണ്. മന്ത്രം ഇസ്ലാമിലുണ്ട്, കുതന്ത്രമാണ് ഇസ്ലാമിലില്ലാത്തത്.
മന്ത്രം പ്രാർത്ഥന കൂടിയാണ്. പക്ഷെ ചിലര് മനസ്സിലാക്കിയത് മന്ത്രിക്ക എന്ന് പറഞ്ഞാൽ റുഖിയ ശർഇയ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്, അതൊരു പ്രവർത്തനമാണെന്ന് മനസ്സിലായിട്ടില്ല ചിലർക്ക്. അത് വലിയ പ്രശ്നമാണ്. ഹദീസിൽ നസ്സായി വന്നതാണ് അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അതെന്താന്നുള്ളത്. ഓരോരുത്തരും മന്ത്രിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഇസ്ലാം പഠിപ്പിച്ച കുറെ മന്ത്രങ്ങളുണ്ട്, ഓരോന്നിനുള്ള മന്ത്രങ്ങളുണ്ട്. വിഷനിവാരണത്തിലുള്ള മന്ത്രമുണ്ട്, ഓരോ കാര്യത്തിനും കണ്ണീറിന് സിഹറിന് ഒക്കെ ഉള്ള മന്ത്രങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ റസൂൽ പഠിപ്പിച്ചൊരു മന്ത്രമാണ്. എന്നിട്ട് ശരീരമൊക്കെ തടവി, എന്നിട്ടോ തല തല വടക്കോട്ട് കാല് തെക്കോട്ട്, പടിഞ്ഞാറോട്ട് തിരിഞ്ഞടക്കുക, വലത്തെ കവളിയോ വലത്തെ കൈ ഇങ്ങനെ വെച്ച് അല്ലേ സത്യവിശ്വാസിയുടെ കിടത്തം. അതേ സമയം വേറെ ചില ആൾക്കാരുണ്ട്, ഞാൻ ആദ്യം അത് പറയാം. രാത്രി ഒക്കെ റെഡിയായി ഭക്ഷണം കഴിച്ച് വേയിരുന്ന് റിമോട്ട് ഇങ്ങനെ എടുത്ത് ചാനൽ ഇങ്ങനെ മാറ്റി അങ്ങനെ അന്തം വിട്ട് കുറെ കഴിഞ്ഞ് റിമോട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ വീണ് ഓനും അങ്ങനെ വെടുക്കണ് വീണ് അങ്ങനെ ഉറങ്ങണ കുറെ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ. അത് വിശ്വാസിയല്ല, മുസ്ലിമാണെങ്കിൽ അയാൾ വിശ്വാസിയല്ല. എന്നാ മുസ്ലിമിന്റെ ഉറക്കം എങ്ങനെയാ? അയാള് വലത്തേ കവിളിൽ വലത്തേ കൈവച്ചു. ഇതിനങ്ങനെ പ്രാർത്ഥനയാ. ആയത്തുൽ കുർസിയുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനുണ്ട്, ആമന റസൂലുണ്ട്. അതുപോലെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട്. പഠനത്തിന് വേണ്ടി പ്രാർത്ഥനകളുടെ ബുക്കുകൾ അവലംബിക്കണേ. എന്നിട്ട് അയാൾ പറഞ്ഞുപോയി ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് കിടക്കുകയാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നൊരു വിഷയമാണ് ഇവിടെ ശ്രദ്ധേയം. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികുൽ ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ذلك لآيات لقوم يتفكرون. ആത്മാവുകളെ, മനുഷ്യന്റെ ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും, മരണപ്പെടാത്തവയെ അവരുടെ ഉറക്കത്തിലും, അവയുടെ ഉറക്കത്തിലും. എന്നിട്ട് ഏതൊക്കെ ആത്മാവിന് അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവനങ്ങ് പിടിച്ചു വെക്കുന്നു. മറ്റുള്ളവയെ നിശ്ചിതമായ ഒരവധി വരെ അവനങ്ങ് വിട്ടയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് റബ്ബ് പറയാ, തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യനങ്ങ് കിടന്നുറങ്ങുകയാ. ഉറങ്ങുമ്പോ മനുഷ്യനിൽ നിന്നൊരു സാധനം അങ്ങ് ഉയർന്നു പോകുന്നുണ്ട്. പടച്ചവൻ പിടിച്ചു വെക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും റൂഹ് അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് റബ്ബ് മരണം നിശ്ചയിക്കാത്തത് കൊണ്ട് ഇന്ന് നമ്മളിതാ ഈ നിമിഷം വരെ ഭൂലോകത്ത് ജീവിക്കും. അല്ലാഹു തിരിച്ചു തന്നതിനാൽ ഇന്നും നമ്മൾ റബ്ബിന്റെ മുന്നിൽ അങ്ങ് കിടക്കുകയാ. അല്ലാഹു നമ്മുടെ ആത്മാവ് അങ്ങ് പിടിച്ചു വെക്കുകയാ. നാളെ പ്രഭാതം പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ചിട്ടില്ലെങ്കിലോ നാളത്തെ പ്രഭാതത്തിൽ സുബ്ഹി നമസ്കാരത്തിന് വാങ്കൊലി കൊടുക്കുന്നതിന് മുമ്പ് തഹജ്ജുദിന് വേണ്ടി എണീക്കാനായി നമ്മൾ ഉണ്ടാവില്ല. കാരണം അല്ലാഹു അവയുടെ ഉറക്കത്തിൽ അങ്ങ് പിടിച്ചു വെച്ചാൽ. ഇതിൽ ചിന്തിക്കണ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞങ്ങളോടൊന്ന് ആലോചിക്കട്ടെ, ഞാൻ നിങ്ങൾ ഈ സെക്കൻഡ് വരെ ചിന്തിച്ചു. 34 കൊല്ലായി ഞാൻ ജീവിക്കണം ഈ ഭൂമിയിൽ. 34 കൊല്ലം ഞാൻ ഉറങ്ങി. ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ലോകത്തുറങ്ങും. ഇന്ന് രാത്രി ഈ ലോകത്ത് ഞാൻ ഉറങ്ങും ഇൻഷാ അല്ലാഹ്. ഈ ലോകത്ത് ഞാൻ ഉറങ്ങിട്ട് നാളെ നേരം വെളുക്കുമ്പോ ഞാന് ഈ ലോകത്തേക്ക് വീണ്ടും ഉയർന്നു വരും എന്നതിന് എന്താണ് കൂട്ടരെ ഒരു ഉറപ്പ്? ഒരുറപ്പില്ല. അള്ളാഹു പറയാ, അവയുടെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നു എന്നും. എന്നിട്ട് മരിക്കേണ്ടതിന് അവിടെ മരിക്കേണ്ടതിനെ പഠിച്ചു തിരിച്ചു കൊടുക്കൂല. അപ്പൊ അഹമ്മദ് തലേന്ന് കിടന്നുറങ്ങി. രാവിലെ ഭാര്യ വിളിച്ചു, കാക്ക നീക്ക് സുബഹിസ്കരിക്കാനായി. എണീക്കുന്നില്ല.
എന്തുകൊണ്ടാണ് എണീക്കാത്തതെന്നറിയോ? പടച്ചറബ് ആത്മാവിന്, അഹമ്മദിന്റെ ആത്മാവിന് റബ്ബ് മരണം വിധിച്ചിരിക്കുന്നു. എന്നാൽ അഹമ്മദിനെ എണീറ്റ് ആയിഷയുടെ ഭാര്യ രഹനയുടെ ഭാര്യ ഖൈറുന്നിസയുടെ ആത്മാവ് റബ്ബിങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ കിടക്കും, നാളെ രാവിലെ ഞാൻ എണീക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ പെണ്ണുങ്ങൾ നീച്ചു നോക്കുമ്പോ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ പെണ്ണുങ്ങൾക്ക് വിളിച്ചോണ്ടെത്താൻ മറ്റൊരു പുതിയാപ്പിള ഉണ്ടാകുക, ഞാൻ ഉണ്ടാവൂല. എന്റെ മക്കൾക്ക് വാപ്പാന്ന് വിളിക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവൂല. അള്ളാഹു മറ്റൊരു പിതാവിനെയാകും പകരം നൽകുക. ആരെങ്കിലും ആലോചിച്ചോ? ആരെങ്കിലും ആലോചിച്ചോ? ഈ നിമിഷം വരെ ആരെങ്കിലും ആലോചിച്ചു പോയോ? അങ്ങനെ ആലോചിക്കുന്ന സത്യവിശ്വാസി അയാളങ്ങ് എണീറ്റപ്പോ പറഞ്ഞു പോവുകയാ. രണ്ട് കണ്ണുമങ്ങ് തുറന്നപ്പോ അയാൾ രാവിലെ പറഞ്ഞു പോവുകയാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാ. കണ്ണെടു തുറന്നപ്പോ പഠിച്ചവനെ അൽഹംദുലില്ലാ, അല്ലാഹ് നിനക്ക് സർവസ്തുതിയും. അഹ്യാനാ, എന്നെ നീ ജീവിപ്പിച്ചപ്പോൾ റബ്ബേ, ബഅദമാ അമാതനാ, മരണത്തിന് ശേഷം എണീപ്പിച്ചല്ലോ റബ്ബേ. അപ്പുറത്തെ പുളിക്കാട്ട് തൊടിയിലെ കാതർക്ക ഉറക്കത്തിലല്ലേ മരിച്ചത്? റബ്ബേ, എന്നെ ഉറക്കത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയല്ലോ. ആയിഷാത്ത മരിച്ചത് ഉറക്കത്തിലല്ലേ? പോഖരാക്ക മരിച്ചത് ഉറക്കത്തിലല്ലേ? 16 വയസ്സുള്ള +1 പഠിക്കണ, 10ാം ക്ലാസ് കഴിഞ്ഞ +1 ചേർന്ന പൊന്നുമോൻ മരിച്ചത് ഉറക്കത്തിലല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സർവസ്തുതിയും. അഹ്യാനാ, മരിക്കാതെ, ബഅദമാ അമാതനാ, മരണത്തിന് ശേഷം എന്നെ നീ ജീവിപ്പിച്ചതിന്, എന്റെ ആത്മാവ് എനിക്ക് തിരിച്ചു തന്നതിന് അൽഹംദുലില്ലാഹ്. എന്നിട്ട് പറഞ്ഞു പോണ വാക്കാ, വഇലൈഹിൻ നുശൂർ, നിന്നിലേക്കാണേ പുനരുദ്ധാനമുള്ളത്, നിന്നിലേക്കാണേ മടക്കമുള്ളത്. ഇന്ന് ഞാൻ ഈ ഭൂലോകത്തേക്ക് തിരിച്ച് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാലും നാളെ പിറ്റേന്ന് എനിക്ക് നിന്നിലേക്ക് മടങ്ങാനുണ്ട്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. പിന്നീട് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ മടക്കം, പിന്നീട് നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ. അതുകൊണ്ട് ഈ ഒരു ബോധം സദാ സത്യവിശ്വാസിയുടെ മനസ്സിനൊരു പാഠമായി, ഒരു ഗുണപാഠമായി ദിനേന നിലനിന്നു പോകുന്നു. ഞങ്ങളോട് തുറന്നു പറയാം, ഈ നിമിഷം വരെ എത്ര ദിവസമായി നമ്മൾ എണീറ്റു ഉറക്കത്തിൽ നിന്ന് എണീറ്റെന്നല്ലേ പറയേണ്ടത്? ഈ നിമിഷം വരെ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നമുക്ക് ഇന്ന് വരെ തോന്നിയോ, പടച്ചോനെ നാളത്തെ ഉറക്കം ഇനിയൊരു ഉയർച്ച ഉണ്ടാകുന്ന ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുമ്പോ നന്നായി ഉറങ്ങാ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. അല്ല ചോദിക്കണില്ലേ അല്ലേ? ഒരു മടക്കുണ്ടാവൂല, വെറുതെ വിട്ടേക്കപ്പെടുന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കണത്. പുനരുദ്ധാനം ഉണ്ടാവൂല എന്നാണ് വിചാരിക്കണത്. എന്നിട്ടല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിലൊക്കെ കാണൂലേ, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ വിചാരണ നടത്തണേ. വലിയൊരു വിചാരണ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒടുക്കത്തെ രാത്രി, ഇന്ന് രാത്രി ഒടുക്കത്തെ രാത്രി എന്ന ചിന്ത എന്നിലും നിങ്ങളിലും ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് ഒരു വിശ്വാസിയുടെ ദിനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മേഖല പൂർണ്ണമായി സാധിക്കും. ഞാൻ അവസാനിപ്പിക്കാം. നാളെ അങ്ങോട്ട് മരിച്ചാൽ നമുക്ക് എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന ശ്രദ്ധയോടുകൂടിയാകണം വിശ്വാസികളെ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസ വിശുദ്ധിയോടെ
കർമ്മം ബിദ്അത്തുകളിൽ നിന്ന് മുക്തമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ശിർക്കിന്റെ ഒരു ഇനങ്ങളുമില്ലാത്ത രീതിയിൽ തൗഹീദിന്റെ മുഴുവൻ ഇനങ്ങളിൽ സ്വീകരിച്ച് സർവ്വ ഹറാമുകളും ഒഴിവാക്കി എല്ലാ വൃത്തികേടും ഒഴിവാക്കി പരമാവധി നന്മയിൽ സജീവരായി ഇബാദത്തിൽ മുഴുകി നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്ത് നല്ലത് കാണിച്ചു കൊടുത്ത് ദഅവത്ത് നിർവഹിച്ച് പ്രത്യേകിച്ചും വിസ്ഡം പോലുള്ള ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവരായി അതിന്റെ ദഅവത്തിന്റെ മേഖലയിൽ തന്നാലാകുന്ന കഴിവുകൾ